ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കാണുന്ന ഔട്ട്സൈഡ് കോർണർ ജോയിൻ്റ്, അത് ഓപ്പൺ കോർണർ ജോയിൻ്റ് ആണ്. വെർട്ടിക്കൽ പൊസിഷനിൽ ഈ ഓപ്പൺ കോർണർ ജോയിൻ്റ് എങ്ങനെ വെൽഡ് ചെയ്യാം, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് മെറ്റൽ പീസുകൾ 12 mm തിക്നെസ് ഉള്ള രണ്ട് മെറ്റൽ പീസുകളാണ് ഈ രീതിയിൽ നമ്മൾ ടാക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഓപ്പൺ കോർണർ ജോയിൻ്റ്, അതായത് അതിൻ്റെ റൂട്ടിൽ അല്പം ഓപ്പൺ ചെയ്താണ് വെൽഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു റൂട്ട് ഗ്യാപ്പും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1.5 mm വരെ ഉള്ള ഒരു റൂട്ട് ഗ്യാപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ റൂട്ട് ഭാഗത്തേക്ക് നല്ലൊരു പെനട്രേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു റൂട്ട് വെൽഡിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ ചെറിയൊരു വീവിംഗ് മോഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ റൂട്ടിൽ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഈ രണ്ട് സൈഡിലേക്ക് മെൽറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തനിയെ തന്നെ ആ കോർണറിലേക്ക്, അതായത് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ആ കോർണറിലേക്ക് നല്ല രീതിയിലുള്ള ഒരു റൂട്ട് പെനട്രേഷൻ നമുക്ക് കിട്ടും. നമ്മളിവിടെ ഈ രീതിയിൽ വെൽഡിംഗ് ആരംഭിച്ച് നമ്മൾ ഈ രണ്ട് സൈഡിലേക്കും വീവ് ചെയ്ത് വെൽഡ് ചെയ്യുക. വീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ടിലൊരു ചെറിയ വ്യത്യാസം കേൾക്കാൻ കഴിയും. ആ ഒരു കീ ഹോളിനുള്ളിലേക്ക് നമുക്ക് ഈ മെറ്റൽ ഇറങ്ങുമ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സൗണ്ട് കൂടി ശ്രദ്ധിച്ച് നമുക്ക് ഒരു ചെറിയ ഷോർട്ട് ആർക്ക് കൂടി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഉള്ളിലേക്ക് മെറ്റൽ തള്ളി ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഓൾറെഡി ഓപ്പൺ കോർണറാണ്, ചെറിയ റൂട്ട് ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പെനട്രേഷൻ നമ്മൾ രണ്ട് സൈഡും മെൽറ്റ് ചെയ്ത് മുകളിലേക്ക് വെൽഡ് ചെയ്ത് പോവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിന്. അല്ലാതെ നമ്മൾ അതിൻ്റെ നടുക്ക് വന്ന് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അധിക സമയം വേണ്ടി നമ്മൾ തള്ളി ഇറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള പെനട്രേഷൻ ഉണ്ടാകുകയും പിന്നെ അവിടെ ഒരു ബേൺ ത്രൂ പോലെ അവിടെ ഹോളായി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കെയർഫുള്ളായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ മെൽറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുക. നമ്മളുടെ ആദ്യത്തെ വർക്ക് റണ്ണിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തുടർച്ചയായി ഇവിടെ നിന്ന് രണ്ടാമത്തെ വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ആ റൂട്ട് റണ്ണിങ്ങിൽ ഉള്ള തന്നെ മുകളിലേക്കുള്ള ഭാഗമാണ് വെൽഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വെൽഡ് ചെയ്തതുപോലെ തന്നെ ആ ഒരു വീവിംഗ് മോഷൻ രണ്ട് സൈഡും മെൽറ്റ് ചെയ്ത് തന്നെ ഇതിലും നമുക്ക് റൂട്ട് വെൽഡിങ് പൂർണ്ണമായിട്ടും വെൽഡ് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിതിവിടെ 80 ആംപിയറാണ് ഉപയോഗിച്ചത്. നിങ്ങൾ വെൽഡ് ചെയ്യുമ്പോൾ ആംപിയർ ശ്രദ്ധിക്കുക. കാരണം നമ്മളിവിടെ 2.9 mm ഇലക്ട്രോഡാണ് ഉപയോഗിച്ചത്. 3.15 ഇലക്ട്രോഡ് ആകുമ്പോൾ ഏകദേശം ഒരു 90 ആംപിയറൊക്കെ നമുക്ക് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു റൂട്ട് റണ്ണിവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ കാണാൻ കഴിയും നല്ല രീതിയിലുള്ള വെൽഡിങ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ഈ ഹോട്ട് റണ്ണ്, രണ്ടാമത്തെ ഹോട്ട് റണ്ണ് ഇത് തമ്മിൽ ചേർത്ത് വീവ് ചെയ്താണ് നമ്മൾ രണ്ടാമത്തെ ഹോട്ട് റണ്ണ് അടിക്കുന്നത്. നമ്മളിവിടെ ആർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ വെൽഡ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ രണ്ട് ടോയിലും, അതായത് ആദ്യത്തെ വെൽഡിങ്ങിൻ്റെ രണ്ട് സൈഡിലും മെറ്റൽ ഡെപ്പോസിറ്റ് ആകുന്ന രീതിയിലുള്ള ആ ഒരു വീവിംഗ് മോഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുന്നത്. ഇത് വെൽഡ് ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ആർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നമ്മളിവിടെ 85 ആംപിയറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ റൂട്ട് റണ്ണ് പൂർണ്ണമായും മെൽറ്റായി, രണ്ട് സൈഡും മെൽറ്റായി നമുക്ക് നല്ല നിരപ്പിനുള്ള ഒരു വെൽഡിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അല്പം കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വെൽഡിംഗ് റാഡ് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടോയിലേക്ക് വന്ന് പിന്നെ അതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വെൽഡ് ചെയ്ത് പോകുന്നത്. വീവ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്കുമുള്ള റെസ്റ്റും അതുപോലെ വീവ് മോഷനും അല്പം യൂണിഫോമായി തന്നെ പോവുക. നമ്മളിവിടെ വീഡിയോ അല്പം ഫോർവേഡ് സ്പീഡിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് വളരെ സ്പീഡിൽ കാണുന്നുണ്ട്. ഇത്രയും സ്പീഡിലല്ല, ഇതിൻ്റെ പകുതി സ്പീഡിലാണ് നമ്മൾ ഇവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു വെൽഡിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ചിപ്പ് ചെയ്ത് ആ വെൽഡിങ് ബീഡ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊഫൈലൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ വെൽഡ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഒരു വീവിംഗ് മോഷൻ ഉപയോഗിച്ച് നമുക്ക് ഹോട്ട് റണ്ണ് വെൽഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ നമുക്കത് നല്ല രീതിയിൽ കാണാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ ഈ 3 റണ്ണാണ് നമുക്കിവിടെ ലാസ്റ്റ് ഫിൽ പാസ്സാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഇത് 3 റണ്ണിലൂടെയാണ് നമ്മൾ അടിച്ച് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായി വലത് ഭാഗത്ത് നമുക്ക് ആ ഒരു ടോയും മെറ്റലിൻ്റെ എഡ്ജും തമ്മിൽ
ചേർത്ത് നമുക്ക് വെൽഡ് ചെയ്ത് ഒരു വെൽഡ് ചെയ്ത് നിറയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ വെൽഡ് ചെയ്യുമ്പോൾ ആ എഡ്ജ് മെൽറ്റായി പോകാതെ, മൊത്തത്തിൽ ഫീസായി അങ്ങ് പോകാതെ കെയർഫുള്ളായി തന്നെ ആ എഡ്ജ് വരെ നിറഞ്ഞു വരികയും അവിടെ സ്ലാഗ് ഇൻക്ലൂഷനോ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ ആ ടോയിൽ ഡെപ്പോസിറ്റായി നമുക്ക് ഫുള്ളായിട്ട് വെൽഡ് ചെയ്തെടുക്കാം. അതോടൊപ്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ടെമ്പറേച്ചറാണ്. അതായത് നമ്മൾ ഒരു വെൽഡ് ബീഡ് വെൽഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അല്പസമയം ഒരു 10-15 മിനിറ്റ് സമയം റെസ്റ്റ് കൊടുത്തിട്ട് വേണം നമുക്ക് അടുത്ത വെൽഡിങ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ അടുത്ത വെൽഡിങ് ചെയ്യുന്നുണ്ട്. അടുത്ത വെൽഡിങ് മറുഭാഗത്ത് ഇടത് സൈഡിലുള്ള ഏകദേശം ടോയുടെ അവിടെ നിന്ന് ഇപ്പോൾ വെൽഡ് ചെയ്ത വെൽഡ് ബീഡിൻ്റെ മധ്യഭാഗം വരെ വരുന്ന രീതിയിലുള്ള ഒരു വെൽഡ് ബീഡാണ് നമ്മളിനി ഇവിടെ ചെയ്യുന്നത്. ഇനി ഇടത് സൈഡിലേക്കുള്ള ആ മെറ്റലിൻ്റെ എഡ്ജും ഇപ്പോൾ വെൽഡ് ചെയ്തിരിക്കുന്ന വെൽഡ് ബീഡിൻ്റെ നടുഭാഗവും കണക്കാക്കിയാണ് നമ്മൾ അടുത്ത വെൽഡ് ബീഡ് വെൽഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക. അതായത് 15 മിനിറ്റോളം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇത് വെൽഡ് ചെയ്യാനുള്ളത്. അല്ല എങ്കിൽ ഇൻ്റർപാസ് ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വെൽഡ് ചെയ്യുക. അല്ല എങ്കിൽ നമുക്ക് ഒരു വെൽഡ് ചെയ്ത് അതിൻ്റെ നല്ല ഹീറ്റായിരിക്കുമ്പോൾ അതിനോടൊപ്പം അടുത്ത വെൽഡിങ്ങും കൂടി ചെയ്യുമ്പോൾ മെറ്റൽ കുഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എഡ്ജെല്ലാം ഉരുകി ഒലിച്ച് താഴേക്ക് വളരെ വേഗത്തിൽ മെൽറ്റായി അങ്ങ് പോവുകയോ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ലാസ്റ്റ് വെൽഡ് ബീഡാണ് വെൽഡ് ചെയ്യുന്നത്. മെറ്റലിൻ്റെ എഡ്ജും ഇപ്പോൾ വെൽഡ് ചെയ്ത ബീഡിൻ്റെ നടുഭാഗം നമ്മൾ ചേർത്ത് കറക്റ്റായിട്ട് നമുക്കിത് പൂർണ്ണമായും ഫില്ലായി വരണം. ഇവിടെ നമുക്ക് റെസ്റ്റ് അല്പം കുറച്ചാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ആ എഡ്ജ് അല്പം മെൽറ്റായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ജോബിലൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് ഇൻ്റർപാസ് ടെമ്പറേച്ചർ ഒരു വെൽഡ് ബീഡ് കഴിഞ്ഞിട്ട് അടുത്ത വെൽഡ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് വരുന്ന ടെമ്പറേച്ചർ വ്യത്യാസം നമ്മൾ കറക്റ്റായി നോക്കി തന്നെ വെൽഡ് ചെയ്യുക. അല്ല എങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഡിഫക്റ്റുകൾ ഉണ്ടായിന്ന് വരും. അത് നമ്മൾ ആ ഒരു വളരെ അധികം ഹീറ്റോട് കൂടിയാണ് വെൽഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഡെപ്പോസിറ്റ് നന്നായി വരില്ല. ഇവിടെ നമ്മൾ 3 വെൽഡിങ് ഇതുപോലെയാണ് വെൽഡ് ചെയ്ത്. ഇതിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ കാണുന്നത്. പെനട്രേഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നടുഭാഗത്ത് അല്പം ഗ്രൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ചെറിയ കുറവുണ്ട്, എങ്കിലും നമുക്ക് പെനട്രേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെൽഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.